കേരളത്തിൽ മാർത്തോമ ക്രിസ്ത്യാനികൾ വളരെ വേഗം വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം വളരെ കുറഞ്ഞ ജനന നിരക്കും വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രത്യേകിച്ച് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റവുമാണ്. വിദ്യാസമ്പന്നരായവരുടെ തൊഴിലില്ലായ്മയും തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന നിലയും അധികാരവർഗത്തിൻ്റെ അഴിമതിയും ആത്മീയ നേതൃത്വങ്ങളുടെ അപചയവും വിശ്വാസരാഹിത്യവും നിരീശ്വരവാദത്തിൻ്റെ സ്വാധീനവും വർദ്ധിച്ചു വരുന്ന മത തീവ്രവാദവുമൊക്കെയാണ് യുവതലമുറയെ വിദേശങ്ങളിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. മികവുറ്റ ജോലികൾ സ്വന്തമാക്കുന്നതിന് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനിടയിൽ വൈകിപ്പോകുന്ന വിവാഹ ജീവിതവും ജനന നിരക്ക് കുറയുന്നതിന് മുഖ്യ കാരണങ്ങളിൽ ഒന്നാണ്. ഈ കാര്യങ്ങളിലെല്ലാം അടിയന്തരവും സത്വരവുമായ നടപടികൾ സഭാ നേതൃത്വം കൈക്കൊള്ളേണ്ടതാകുന്നു. കേരളത്തിലെ നസ്രാണി സമൂഹത്തിൻ്റെ ജനന നിരക്ക് കൂട്ടുവാനും കുടിയേറ്റം തടയുവാനുമുള്ള നടപടികൾ എത്രയും വേഗം എടുക്കുന്നില്ലെങ്കിൽ അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ സമൂല നാശത്തിൽ നിന്ന് രക്ഷിക്കാനാവില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നിന്ന് നസ്രാണി സമൂഹങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടാൽ ലോകത്ത് മറ്റൊരിടത്തും അവർക്ക് നിലനിൽക്കുക സാധ്യമല്ല. ലോകത്തിലെ 3 ഭൂഖണ്ഡങ്ങളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ബൈസന്റൈൻ സഭയുൾപ്പെടെ ലെബനൻ, അർമേനിയ, തുർക്കി, ഈജിപ്ത്, സിറിയ തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഇന്നവിടെ യാതൊരു സ്വാധീനവുമില്ലാത്ത വിധത്തിലായിത്തീർന്നതിൽ നിന്നും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളാണ് ഇവയെല്ലാം. ഒന്നാമതായി, കുടുംബങ്ങളെ സാമ്പത്തികമായി സഹായിക്കുവാൻ ഓരോ രൂപതകളും കോൺഗ്രിഗേഷനുകളും മുന്നോട്ട് വരേണ്ട സമയമാണിത്. ഓരോ വീട്ടിലും 3ാമത്തെ കുട്ടി മുതലുള്ള ആശുപത്രിയിലെ പ്രസവ ചെലവ് തുടങ്ങി ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസ ചെലവ് ഓരോ രൂപതകളും വഹിക്കുവാൻ തയ്യാറായാൽ ഒരു പരിധിവരെ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകാൻ കുടുംബങ്ങൾ മുന്നോട്ട് വരും. യു ഡെലിവർ, വി ടേക്ക് കെയർ, നിങ്ങൾ ജന്മം കൊടുക്കുക, ഞങ്ങൾ പരിപാലിക്കാം എന്നതായിരിക്കണം ഓരോ രൂപതയുടെയും ദൈവജനത്തോടുള്ള ആഹ്വാനവും മുദ്രാവാക്യവും. യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുവാനായി എല്ലാ രൂപതകളും സാധ്യമായ വിധത്തിൽ പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങണം. രൂപതകളുടെ തരിശു നിലങ്ങൾ അതിനായി പ്രയോജനപ്പെടുത്തണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിമാസം ഒരു 30,000 രൂപയെങ്കിലും ലഭിക്കത്തക്ക വിധത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. എങ്കിൽ മാത്രമേ യുവജനങ്ങളുടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം സംരംഭങ്ങളിലേക്കുള്ള സാങ്കേതിക സാമ്പത്തിക ആവശ്യങ്ങളിൽ ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള വിശ്വാസ സമൂഹവും അവരുടെ പങ്കുവഹിക്കണം. മൂന്നാമതായി, ഇന്നത്തെ യുവതലമുറ ക്രിസ്തീയ വിശ്വാസത്തിലും സഭയിലും നിന്ന് അകന്നാണ് ജീവിക്കുന്നത് എന്ന് ആരോപിക്കപ്പെടുന്നു. ബഹുഭൂരിപക്ഷവും വിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലും പങ്കെടുക്കുന്നത് ഒരു നാട്ടുനടപ്പ് പോലെ മാത്രമാണ്. ഈ ദുരവസ്ഥയ്ക്ക് ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? വേദോപദേശ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രായോഗികമാക്കുവാൻ ഇടവകകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുടെ യുക്തിപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. 12 വർഷത്തോളം കൃത്യമായ മതബോധനം നടന്നിട്ടും ശക്തമായ ക്രൈസ്തവ ബോധ്യങ്ങളോ ദൈവവചനത്തിലുള്ള ആഴപ്പെടലോ കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ല യാഥാർത്ഥ്യം. ലോകത്തോട് സുവിശേഷം പ്രഘോഷിക്കുക എന്നതാണ് കർത്താവ് സഭയെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇന്നുള്ളതും നാളെ വരാനിരിക്കുന്നതുമായ തലമുറകളിലേക്ക് ഈ ദൗത്യം നമ്മൾ കൃത്യമായി പകർന്നു കൊടുക്കേണ്ടതുമാണ്. ഫെയ്ത്ത് വിൽ ബി പ്രിസേർവ്ഡ് സോ ലോങ് ആസ് ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ്. വിശ്വാസം പകർന്നു കൊടുക്കുന്നിടത്ത് മാത്രമേ വിശ്വാസം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ വിശ്വാസ വർഷത്തിലെ ഈ ആഹ്വാനം എന്തു വില കൊടുത്തും നടപ്പിലാക്കാൻ
നമ്മൾ ശ്രമിക്കണം. കേരളത്തിലെ സഭാ നേതൃത്വത്തോടുള്ള വിനീതമായ അഭ്യർത്ഥനയാണിത്. കർത്താവിൽ നിന്ന് മാർ തോമാ ശ്ലീഹായിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് നമുക്ക് ലഭിച്ച വിശ്വാസമെന്ന ഈ നിധി കാത്തു സൂക്ഷിക്കുവാനും തലമുറകൾക്ക് കൈമാറുവാനും ഈ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവരുടെ പരിശോധനകൾക്കും തുടർ നടപടികൾക്കുമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു.